നമസ്കാരം. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് ആചാര ലംഘനം നടത്തി അവിടെ സ്ത്രീകളെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് വലിയ സമരമാണ് ഇവിടെ കോൺഗ്രസും അതേപോലെ BJPയും നടത്തിയിരുന്നത്. എന്നാൽ നേതാക്കന്മാരാകട്ടെ അന്ന് ഈ കാര്യങ്ങൾ BJP ഈ കാര്യത്തെ കണ്ടത് അന്ന് ഇലക്ഷനിൽ വലിയ പ്രചാരം നടത്തുക, അതുവഴി BJPക്ക് സീറ്റ് നേടുക എന്നുള്ളതാണ്. എന്നാൽ BJPക്ക് ഒരൊറ്റ സീറ്റ് പോലും 2019 ലോക്സഭാ ഇലക്ഷൻ കിട്ടിയില്ല. അമിത്ഷാ അടക്കം ഇവിടെ വന്ന് പ്രചരണം നടത്തി, റോഡ് ഷോ നടത്തി. എന്നാൽ പത്തനംതിട്ടയിൽ പോലും ഒരു സീറ്റ് പിടിച്ചെടുക്കാമെന്നുള്ള വ്യാമോഹം നടന്നില്ല. എന്നാൽ കോൺഗ്രസ് ആണ് അവിടെ വൻ വിജയം നേടിയത്. ആ വിജയം നേടിയ ശേഷം കോൺഗ്രസ് സ്വന്തം അണികളെ തിരിഞ്ഞു നോക്കിയിരുന്നു. അതിൽ കേസിൽപ്പെട്ട ആളുകൾക്കെല്ലാം സഹായം ചെയ്യുന്ന BJP അണികൾ, ആയിരക്കണക്കിന് അണികളാണ് കേസിൽപ്പെട്ടതെങ്കിലും അവർക്ക് വേണ്ട നിയമപരമായ സഹായങ്ങളൊന്നും പാർട്ടി ചെയ്തു കൊടുത്തില്ല. അവർ ഇപ്പോഴും കോടതി കയറി ഇറങ്ങി നടക്കുകയാണ്. ആയിരക്കണക്കിന് കേസുകളിൽപ്പെട്ട സാധാരണക്കാരായ BJP പ്രവർത്തകർ ഇന്നേ വരെ അതിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. കേസുകൾ അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദിവസേന ജോലിക്ക് പോവാതെ നേരെ എവിടേക്കാണ് പോണത്? കോടതിയിലേക്കാണ് പോണത്. ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഏതെങ്കിലും BJP നേതാക്കന്മാർ ഈ സമരത്തിന് ശേഷം അവരെ സഹായിച്ചിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. BJP നേതാക്കന്മാർ പിണറായി വിജയനായി ധാരണയായി അവർ സ്വർണ്ണക്കളകടത്തും ഡോളർ കടത്തും അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പും അതുപോലെയുള്ള തട്ടിപ്പുകളിലെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ എന്തെടുത്തു? കച്ചവടം ചെയ്തു. പിണറായി വിജയനായി കച്ചവടമായി. K. സുരേന്ദ്രൻ, V. മുരളീധരൻ അടക്കമുള്ള നേതാക്കന്മാർ കോടിക്കണക്കിന് രൂപയാണ് വിദേശത്ത് നിക്ഷേപമുള്ളത് എന്നുള്ള വാർത്തകളും വന്നു. ഇതൊക്കെ ഒരു കച്ചവടമാണ് എല്ലാം തന്നെ. അതായത് പിണറായി വിജയനുമായിട്ടുള്ള സ്വർണ്ണക്കളക്കടത്തും ഡോളർ കടത്തും ലൈഫ് മിഷൻ തട്ടിപ്പും, എന്തിന് ഞാൻ കഷ്ടപ്പെട്ട് ചോര നേരേക്കാൻ ലാവ്ലിൻ കേസ് അടക്കം പിണറായി വിജയന് വേണ്ടിയിട്ട് ഇവർ കച്ചവടാക്കി. സുപ്രീം കോടതിയിൽ കേസ് എടുക്കാറില്ല. കാരണം അവിടെ CBI വളരെ സ്ട്രോങ് ആയിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ താല്പര്യമില്ല ഈ കേസ് എന്നുള്ള നിലയിൽ നിൽക്കുകയാണ്. പിന്നെ എങ്ങനെ കേസ് എടുക്കാനാണ്? എന്നാൽ ഇന്ന് UDF എടുത്തൊരു തീരുമാനമുണ്ട്. അന്ന് ആചാര ലംഘനം നടത്തി എന്ന് പറഞ്ഞിട്ട്, ആചാര ലംഘനം നടത്തണം എന്ന് പറഞ്ഞിട്ടാണ് പിണറായി വിജയൻ അടക്കം നിന്നെങ്കിൽ പിണറായി അടക്കം അവസാനം ആചാര സംരക്ഷണം വേണമെന്ന് പറഞ്ഞിട്ട് തലകുത്തനം പറഞ്ഞിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഇപ്പോൾ കോൺഗ്രസ് അവരുടെ നയപ്രഖ്യാപനത്തിൽ, പ്രകടന പത്രികയിൽ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്, ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് ശബരിമലയിൽ സമരം നടത്തിയവരെക്കെതിരെയുള്ള കള്ളക്കേസുകളെല്ലാം പിൻവലിക്കും. ഇതിനെക്കുറിച്ച് ഇന്ന് അബിൻ വർക്കി ഒരു പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി. ആ കാര്യമാണ് ഞാൻ പറയുന്നത്. അബിൻ വർക്കി കൃത്യമായി പറഞ്ഞൊരു കാര്യം, ഇതിൽ പെട്ട ആരൊക്കെ സമരം നടത്തിയിട്ടുണ്ട് അവരുടെ പേരിലുള്ള കേസുകളെല്ലാം പിൻവലിക്കുക. അത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, സാധാരണ BJP പ്രവർത്തകരുണ്ട്. BJP പ്രവർത്തകരെ BJP നേതാക്കന്മാർ ചതിച്ച് അവർ സ്ഥലം വിട്ടു. എന്നാൽ പാവപ്പെട്ട ആൾക്കാർ കോടതി കയറി ഇറങ്ങി നടക്കണം. ഈ സാധാരണ BJP പ്രവർത്തകരെ പോലും രക്ഷപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്ന ആരാണ്? അബിൻ വർക്കിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സമരത്തിന് വേണ്ടി ആളുകൾ പോയിട്ടുള്ള പത്തനംതിട്ടയിൽ നിന്നാണ്. പത്തനംതിട്ടയിലെ ആറന്മുളയിൽ നിന്നാണ്. പത്തനംതിട്ട മുനിസിപ്പാലിറ്റി അടക്കമുള്ള സ്ഥലം നിൽക്കുന്ന ആറന്മുളയിലാണ്. അവിടെയുള്ള ആയിരക്കണക്കിന് BJP പ്രവർത്തകർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് സത്യത്തിൽ അബിൻ വർക്കി സംസാരിച്ചിട്ടുള്ള നേതാക്കന്മാർക്ക് വേണ്ടിയിട്ടുള്ള, BJPക്ക് വേണ്ടിയിട്ടല്ല. സമരം നടത്തി കള്ളക്കേസിൽ കുടുക്കിയ അവരെ കേസുകളെല്ലാം ഗവൺമെന്റ് അവര് ആചാരം ലംഘിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ തീരുമാനമെടുത്ത് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തപ്പോൾ തന്നെ, അഫിഡവിറ്റ് കൊടുത്തപ്പോൾ തന്നെ അവർ ഈ കേസുകളൊക്കെ പിൻവലിക്കേണ്ടതാണ്. എന്നാൽ BJP നേതാക്കന്മാർ ഇതുവരെ ആവശ്യപ്പെട്ടില്ല കേസ് പിൻവലിക്കാൻ. എന്നാൽ അബിൻ വർക്കി പറഞ്ഞിരിക്കുന്നത് ഈ കേസുകളെല്ലാം പിൻവലിക്കുമെന്നാണ്. അതായത് BJPയുടെ ആയിരക്കണക്കിന് ആളുകളുടെ വോട്ടാണ് ഇതുവഴി അബിൻ വർക്കി നേടാൻ പോകുന്നത് എന്നുള്ളതാണ് സത്യം. നമുക്ക് അബിൻ വർക്കിയുടെ പത്രസമ്മേളനം പൂർണ്ണമായി കാണാം. അതായത് ഞങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ 2 തരത്തിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഒന്ന് ആചാര സംരക്ഷണം ഉറപ്പുവരുത്തുമെന്ന് കോൺഗ്രസ് നേരത്തെ പറഞ്ഞതാണ്. 2 സ്വർണ്ണ കൊള്ളക്കാരെ പിടികൂടുമെന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. ഒരു കാര്യം ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ശബരിമലയിൽ ആചാര ലംഘനം ഉണ്ട് എന്നതിന്റെ പേരിൽ ഒരു സമരം നടന്നു, കേരളത്തിലുടനീളം നടന്നു. അതിന്റെ പേരിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാരുടെ മേലിലാണ് കേസുകൾ ചാർത്തപ്പെട്ടത്. അത് പത്തനംതിട്ട ജില്ലയിൽ, പ്രത്യേകിച്ച് ആറന്മുളയിലടക്കം റാന്നിയിലടക്കം ഒക്കെ ഒട്ടേറെ ആളുകൾക്ക്, കോന്നിയിലടക്കം ഒട്ടേറെ ആളുകൾക്ക് കേസുകൾ ചാർത്തപ്പെട്ടു. ഞങ്ങൾ ഒരു കാര്യം വളരെ സുവ്യക്തമായിട്ട് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ വന്നാൽ ഇങ്ങനെ കേസുകൾ ചാർത്തപ്പെട്ടവരുടെ കേസുകൾ പിൻവലിക്കും. കാരണം എന്താണ്? ആചാര സംരക്ഷണത്തിന്റെ പേരിൽ
അന്നുണ്ടാക്കിയ ഇവരുടെ ഒരു പ്രഖ്യാപിത നയമുണ്ട് LDF സർക്കാരിന്റെ. ആ നയം പോലും മാറ്റി. ഇപ്പോ CPM മാറ്റി, LDF മാറ്റി. എന്നിട്ടും അന്നെടുത്ത കേസുകൾ പിൻവലിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, കേസുകൾ ആചാര സംരക്ഷണത്തിന്റെ പേരിൽ അന്ന് നടന്ന ശബരിമല പ്രക്ഷോഭത്തിന്റെ പേരിൽ എടുത്ത കേസുകളൊക്കെ പിൻവലിക്കണം. അത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ വന്നാൽ പിൻവലിക്കും. കാരണം ഒട്ടേറെ ചെറുപ്പക്കാർ പാസ്പോർട്ട് പോലും കിട്ടാതെ അന്ന് ശബരിമല സമരം നടത്തിയതിന്റെ പേരിൽ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ആർക്കും അല്ല, സംഘപരിവാർ എന്നുള്ളതല്ല. അന്നത്തെ സമരത്തിൽ ഞങ്ങളുടെ ആളുകളും പങ്കെടുത്തല്ലോ, സാധാരണ വിശ്വാസികളും പങ്കെടുത്തല്ലോ. അതിക്രമം നടത്തി സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന സമരങ്ങൾക്കായിരുന്നു. അപ്പോൾ ആ കേസുകൾ സ്വാഭാവികമായും നമ്മൾ ഈ പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിക്കുമ്പോൾ കേസുകളുണ്ടാകും. PDPP കേസുകൾ നോൺ ബെയിലബിൾ കേസ് വേറെയാണ്. അത് ഒറ്റയടിക്ക് പിൻവലിക്കാനും പറ്റില്ല. നോൺ ബെയിലബിൾ കേസുകൾ പിൻവലിക്കണമെങ്കിൽ അതിന് നിയമപരമായ സാങ്ക്ടിറ്റി വേണം. അതിന് ഹൈക്കോടതിയിൽ പോയി ക്വാഷ് ചെയ്യണം. അതിന് വേറെ സാങ്കേതിക വശങ്ങളുണ്ട്, നിയമപരമായ വശങ്ങളുണ്ട്. അതല്ലാതെ അതിന് തടസ്സം അത് ഹൈക്കോടതിയിൽ അതിന്റേതായ നിയമപരമായ പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയറിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. അതല്ല പ്രശ്നം. പ്രകടനം നടത്തിയതിന് സാധാരണക്കാർക്കെതിരെ കേസുകൾ എടുത്തിട്ടുണ്ട്. ഇവിടെ സാധാരണ ഒരു മുദ്രാവാക്യം വിളിച്ചതിന് സാധാരണക്കാർക്കെതിരെ കേസുകൾ എടുത്തിട്ടുണ്ട്. ഈ കേസുകളാണ് അധികം. മറ്റേ PDPP ഉള്ള കേസുകൾ വളരെ ചുരുക്കമാണ്. അത് എണ്ണിയാൽ വിരലിലെണ്ണാവുന്ന കേസുകളാണ് PDPP കേസുകളുള്ളത്. അങ്ങനെയുള്ള കേസുകൾ ഹോൾഡ് ചെയ്യുന്നതിന്റെ പേരിൽ ബാക്കിയുള്ളത് എന്തിനാണ് പിൻവലിക്കാതിരിക്കുന്നത്? അല്ല, അങ്ങനെയല്ല. ശബരിമല പ്രക്ഷോഭത്തിൽ സംഘപരിവാർ മാത്രമാണോ ഇടപെട്ടത്? വിശ്വാസികളാണ് ഇടപെട്ടത്. കോൺഗ്രസ്സുകാരുണ്ടായിരുന്നല്ലോ, ഞങ്ങളുടെ നേതാക്കന്മാർ പോയായിരുന്നല്ലോ, ഞങ്ങളൊക്കെ പോയായിരുന്നല്ലോ. ശബരിമല ആചാര സംരക്ഷണം പത്തനംതിട്ടയാണ്. ശബരിമല ആചാര സംരക്ഷണം തന്നെ സംഘപരിവാറാണോ നടത്തിയത്? DCC നടത്തി. KPCCയുടെ പരിപാടി ഉണ്ടായി. ഞങ്ങൾ പ്രകടനം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് മുഴുവൻ സംഘപരിവാറിനാണോ എടുത്തത്? ഒന്നുമല്ല. ശബരിമലയിൽ ആചാരം സംരക്ഷിക്കണമെന്നുള്ളത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയമായിരുന്നു. ആ പ്രഖ്യാപിത നയത്തിന്റെ പേരിൽ ഞങ്ങൾ പ്രകടനം നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ വിശ്വാസികൾ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ സംഘടനകൾ, ഹൈന്ദവ സംഘടനകൾ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഈ പ്രകടനം നടത്തിയതിന് പേരിൽ, മുദ്രാവാക്യം വിളിച്ചതിന് പേരിൽ സാധാരണ ചെറുപ്പക്കാർക്കെതിരെ എടുത്ത കേസ് അത് കൊല്ലം എത്രയായി? ഇനി അന്നത്തെ വിഷയം എന്തായിരുന്നു? അതല്ലേ ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം. ആചാര സംരക്ഷണം എന്നുള്ളതിന്റെ CPMന്റെ നയം തന്നെ മാറ്റിയില്ലേ? CPM വീട് കയറി പറഞ്ഞില്ലേ തെറ്റിപ്പോയി, ഞങ്ങൾ നയം മാറ്റുന്നതെന്ന് സുപ്രീം കോടതി പറയാൻ പോകുമല്ലേ? എന്നിട്ട് ഇവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മാന്യത ഈ കാര്യത്തിൽ വേണ്ടേ? അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, സർക്കാർ വന്നാൽ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ വന്നാൽ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടെടുത്ത കേസുകൾ പിൻവലിക്കപ്പെടും. ഈ സാധാരണക്കാർ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന, ചെറുപ്പക്കാരടക്കമുള്ളവർ കുടുങ്ങിക്കിടക്കുന്നതിന് പരിഹാരം ഞങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യം പറയാൻ ആഗ്രഹിക്കുക. അതുപോലെ തന്നെ FCRA നിയമം, ഇപ്പൊ പുതിയത് സംഘപരിവാറിന്റെ പുതിയൊരു നിയമം, FCRA നിയമ ഭേദഗതി വരുവാൻ പോവുകയാണ്. ഏറ്റവും കൂടുതൽ അത് അഫക്ട് ചെയ്യാൻ പോകുന്ന ജില്ല പത്തനംതിട്ട ജില്ലയാണ്. കാരണം മതന്യൂനപക്ഷങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാണ് FCRA നിയമത്തിന്റെ ഭേദഗതി. FCRA നിയമം ആദ്യം കൊണ്ടുവന്നത് കോൺഗ്രസ് സർക്കാരുകളുള്ള കാലഘട്ടത്തിലാണെങ്കിൽ അത് കൃത്യമായി അന്നത്തെ ഭരണഘടനയ്ക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് കൊണ്ടുവന്നത്. ഇന്ന് ഭേദഗതിയിൽ വരാൻ പോകുന്നത് എന്താ? ഇവരുടെ ഇംഗിതത്തിന് വഴങ്ങിയില്ലെങ്കിൽ ഈ സ്വത്ത് മുഴുവൻ സർക്കാർ കണ്ടുകെട്ടുന്നുള്ള അവസ്ഥയാണ്. ഇവിടുത്തെ ന്യൂനപക്ഷ സംഘടനകൾക്ക്, ന്യൂനപക്ഷ വിഭാഗത്തിന് ഭരണഘടനയ്ക്ക് അനുസൃതമായി കിട്ടിയിരിക്കുന്ന അവകാശങ്ങളെ പോലും ധ്വംസിക്കുന്ന ഒരു പരിഷ്കരണമാണ് FCRA നിയമ ഭേദഗതിയിൽ ഉണ്ടാകുന്നത്. അതിന് കോൺഗ്രസ് എതിരാണ്. ഞങ്ങൾ ആ വിഷയത്തിൽ ഏതറ്റം വരെയുള്ള പ്രക്ഷോഭത്തിൽ പോകും. അത് പാർലമെന്റിന്റെ അകത്തും പുറത്തും FCRA നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിന് കോൺഗ്രസ് ഉണ്ടാവും. ഈ ശബരിമല വിഷയം അന്നത്തെ കാലത്ത് ഈ സ്ത്രീ പ്രവേശന വിഷയം നടക്കുന്ന സമയത്ത് സംഘപരിവാർ വലിയ പ്രക്ഷോഭമൊക്കെ നടത്തി. പക്ഷെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ അത്തരത്തിൽ പ്രക്ഷോഭത്തിലൊക്കെ പോകുന്നില്ല എന്നുള്ള അഭിപ്രായം കോൺഗ്രസ്. രാഹുൽ ഗാന്ധി അത്തരത്തിലൊരു പരാമർശം കഴിഞ്ഞ ദിവസം ഇവിടെ പത്തനംതിട്ടയിൽ നടത്തുന്നുണ്ട്. അതായത് ശബരിമലയുടെ ഹോൾസെയിൽ അല്ലെങ്കിൽ വിശ്വാസികളുടെ ഹോൾസെയിൽ ഞങ്ങൾക്കാണെന്ന് പറയുന്ന ഈ BJP ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സമരം നടത്തിയിട്ടുണ്ടോ? ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മൂവ്മെന്റ് നടത്തിയിട്ടുണ്ടോ? ഇവർ കൃത്യമായി ശബരിമല ഈ കള്ളന് കഞ്ഞി വെക്കുക എന്ന് പറയും. കള്ളനാരാണ്? CPMകാരാണ് അടിച്ചു മാറ്റിയത്. അതിന് കഞ്ഞി വെക്കുന്ന പരിപാടിയാണ് കേരളത്തിലെ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഏറ്റവും കൃത്യമായ നിലപാടെടുത്തതും പ്രക്ഷോഭം നടത്തിയതും ജയിലിൽ പോയതും ആരാണ്? അത് കോൺഗ്രസും ഞങ്ങളുടെ സംഘടനകളുമാണ്. ഞങ്ങളാണ് വലിയ പരിപാടികൾ നടത്തിയത്. പന്തളത്ത് നടത്തി, തിരുവനന്തപുരത്ത് നടത്തി, ഞങ്ങൾ പ്രക്ഷോഭം നടത്തി, ജയിലിൽ പോയി. ഈ BJPയോ അല്ലെങ്കിൽ RSSോ അല്ലെങ്കിൽ യുവമോർച്ച അടക്കമുള്ള സംഘടനകളൊക്കെ എന്ത് നിലപാടാണ് ഈ വിഷയത്തിലുള്ളത്? ശബരിമലയിൽ പച്ചയായ സ്വർണ്ണക്കൊള്ള നടത്തി, എന്നിട്ട് പാർട്ടി ഇപ്പോഴും അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. ഈ BJPക്കാർ ആരെങ്കിലും അനങ്ങുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ കള്ളന് കഞ്ഞി വെക്കുന്നവരാണ് ശബരിമല വിഷയത്തിൽ BJP എന്നുള്ളത് വളരെ വ്യക്തമാണ്.